4 വർഷത്തെ എൻ്റെ കോളേജ് ലൈഫിനേക്കാളും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ 9 മാസത്തെ ഈ ഒരു ജേണിയാണ്. ഞാൻ സിവിലിയൻസിന്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഒരു ഡയറക്റ്റ് ബാച്ച് ഇരിക്കണമെന്ന് പറഞ്ഞു. ജീവ മിസ്സിനെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി, പഠിക്കാൻ പറ്റും എന്നുള്ള. ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേ. ഭയങ്കര പേടിയായിരുന്നു ഓരോ ദിവസം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. സിവിലിയൻസിന്റെ ഏറ്റവും വലിയ അസറ്റ് തന്നെ ഇവിടുത്തെ ഫാക്കൾട്ടീസിന്റെ ക്വാളിറ്റീസ് ആണ്. ഈ ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് പഠിച്ചുകൊണ്ട് വരുന്നത്, ഇല്ലെങ്കിൽ ആ ബുക്ക് ഒന്നും തുറക്കത്തില്ല. പേടിച്ചിട്ടായാലും പഠിക്കും. രാത്രി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പഠിച്ച്. മുമ്പ് എന്തൊക്കെയോ പഠിക്കുമായിരുന്നു, പക്ഷേ കറക്റ്റായിട്ട് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഓരോ സ്റ്റാഫുകളും കറക്റ്റായിട്ട് നമുക്ക് എന്ത് പഠിക്കണം, എങ്ങനെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് ടിപ്സുകൾ നമുക്ക് പറഞ്ഞു തന്നു. എനിക്ക് തീരെ ബേസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഫാക്കൾട്ടീസിന്റെ ഒക്കെ അത്രയും നല്ലപോലെ എഫേർട്ട് ഇട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു എനിക്ക് പോലും കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് സിവിലിയൻസിന്റെ ഒരു വലിയ ഒരു നിലവാരം തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാണ് ഇതിന്റെ പിന്നിൽ എത്ര കഷ്ടപ്പാടുണ്ട്, എത്ര എഫേർട്ട് ഇടണം എന്നൊക്കെ മനസ്സിലായത്. ഓരോ ഫാക്കൽറ്റീസ് ആയാലും ഭയങ്കര എഫേർട്ട് ഇട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ ഏജ് പോവാ, എനിക്ക് ഇനിയും പഠിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു വാശിയില്ല ഇവിടെ വന്നത്. ആ ഓൺലൈൻ ക്ലാസ് കണ്ടതിനേക്കാളും നല്ല ബെറ്റർ ക്ലാസ്സസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. കോളേജിനെക്കാളും ഒരുപാട് ചിരിക്കും, ചിരിച്ച് കണ്ണ് നിറയുന്നവരെ ചിരിക്കും വിടുന്ന ഓരോ കാര്യങ്ങൾ. ബിടെക് ലൈഫിനേക്കാളും കുറച്ചും കൂടി രസമായിട്ട് തോന്നി ഇവിടെ തന്നെ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിന് ഇവിടെ കിട്ടി. എല്ലാ സാർമാർക്കും താങ്ക്സ് ഉണ്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്തതിന്. അകലെ നീ പോയാലും നിഴലാവാം ഞാൻ, വരുവോളം